താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് പേടിപ്പിച്ച് പല രാജ്യങ്ങളെയും നിലയ്ക്ക് നിർത്താമെന്ന് കരുതിയെങ്കിൽ ഇനി അത് നടക്കില്ല. അമേരിക്ക കളിച്ചത് ചൈനയോടാണ് എന്ന കാര്യം മറന്നിരിക്കുന്നു. ഒടുവിൽ ട്രംപിന്റെ താരിഫിന് തിരിച്ചടിയായി അമേരിക്കയിൽ നിന്നുള്ള എല്ലാ സാധനങ്ങൾക്കും 34% അധിക തീരുവ ഏർപ്പെടുത്താനുള്ള തീരുമാനവുമായി ചൈന മുന്നോട്ട് വന്നിരിക്കുന്നു. ഇതാണ് ചങ്കൂറ്റം. പല രാജ്യങ്ങളും അമേരിക്കയ്ക്ക് മുന്നിൽ വിധേയപ്പെടുമ്പോൾ അതിനെ ഒട്ടും കൂസാതെ നിൽക്കാൻ ചൈനയ്ക്ക് കഴിയുന്നു എന്നത് പ്രശംസനീയം തന്നെ. എന്താണ് സംഭവം? നമുക്ക് പരിശോധിക്കാം. 2025 ഏപ്രിൽ 4-നാണ് ചൈന പുതിയ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ട്രംപ് പ്രസിഡന്റായ കാലഘട്ടം മുതൽ തന്നെ ചൈനയെ താരിഫ് വർദ്ധിപ്പിക്കുമെന്ന തന്ത്രം കാണിച്ച് ഭയപ്പെടുത്താൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ തന്ത്രം അതേപടി അമേരിക്കയുടെ മേലേക്ക് പ്രയോഗിക്കുകയാണ് ചൈന ചെയ്യുന്നത്. ഏപ്രിൽ 10 മുതൽ അമേരിക്കയിൽ നിന്നുള്ള എല്ലാ സാധനങ്ങൾക്കും ചൈന 34% അധിക തീരുവ ഏർപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക അത് വീട്ടാനുള്ളതാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇപ്പോൾ ചൈന ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 54% തീരുവ ഏർപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഈ നടപടി കൈക്കൊള്ളാൻ ചൈന നിർബന്ധിക്കപ്പെട്ടത് എന്നതാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഈ തീരുവയിൽ ട്രംപിന്റെ ഭരണത്തിന്റെ തുടക്കത്തിൽ ഏർപ്പെടുത്തിയ മുൻ തീരുവകളും ഉൾപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം ഇതോടെ കൂടുതൽ രൂക്ഷമാകുകയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആയുധമെടുക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് തന്നെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയാകണം അവർ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടത്. ചൈനയുടെ പുതിയ തീരുമാനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ട്രംപിന്റെ ഭീഷണിയാണ്. അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ചൈനയോടും മെക്സിക്കോയോടും കാനഡയോടും ഒക്കെ തന്നെ താരിഫ് വർധനവ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയായിരുന്നു ട്രംപ്. ഫെന്റഗൺ എന്ന മയക്കുമരുന്ന് വൻതോതിൽ ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തുന്നുവെന്നും അതിനെതിരെ ചൈന കാര്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നുമായിരുന്നു ട്രംപിന്റെ ആരോപണം. ഇതിന് പ്രതികാരം എന്നതുപോലെയാണ് അമേരിക്ക കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടേയിരുന്നത്. ട്രംപ് ജനുവരിയിൽ വീണ്ടും വൈറ്റ് ഹൗസിൽ അധികാരമേറ്റതിനു ശേഷം വാഷിംഗ്ടണും ബീജിംഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. എന്നാൽ അമേരിക്ക ഈ കാര്യം അറിയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വേണ്ട നടപടികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് എന്നായിരുന്നു ചൈനയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. എന്നിട്ടും അമേരിക്ക അത് മനസ്സിലാക്കാത്തതും ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതുമൊക്കെ പ്രതികാരാത്മകമായ നടപടിയാണെന്നായിരുന്നു ചൈനയുടെ നിലപാട്. അത് കുറെയൊക്കെ സത്യമാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം അമേരിക്കയെ സംബന്ധിച്ച് ചൈന അവരുടെ പ്രധാന ശത്രു രാജ്യമാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ചൈന തന്റെ കുതിപ്പ് വർദ്ധിപ്പിക്കുന്നത് അമേരിക്കയുടെ കൺമുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഇതൊന്നും അത്രയ്ക്കങ്ങോട്ട് അമേരിക്കയ്ക്ക് ദഹിക്കില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ചൈനയുടെ വളർച്ച മുരടിപ്പിക്കണം. ജനസംഖ്യാനുപാതത്തിൽ പോലും ചൈന അമേരിക്കയേക്കാൾ എത്രയോ മുന്നിലാണെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. താരിഫ് വർധനവിലേക്ക് വരികയാണെങ്കിൽ ട്രംപ് ഈ ആഴ്ച പ്രഖ്യാപിച്ച 54% തീരുവ ചൈനയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിലൊന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിന് മറുപടിയായിട്ടാണ് ചൈനയുടെ പുതിയ നീക്കം വരുന്നത്. ചൈനയുടെ പ്രതികാര നടപടികൾ ഏപ്രിൽ 10 മുതൽ അമേരിക്കയിൽ നിന്നുള്ള എല്ലാ സാധനങ്ങൾക്കും 34% അധിക തീരുവ ഏർപ്പെടുത്തും. ഇത് ട്രംപിന്റെ തീരുവയ്ക്ക് തുല്യമായ പ്രതികാരമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയവും വേണ്ട. മാത്രവുമല്ല, ചൈന ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ മികച്ച തന്ത്രങ്ങളാണ് പയറ്റുന്നത്. അത്രയും ചൈനയുടെ വാണിജ്യ മന്ത്രാലയം 11 അമേരിക്കൻ കമ്പനികളെ വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങൾ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇതോടെ ചൈനയിലുള്ള നിക്ഷേപ അവസരം കൂടിയാണ് അമേരിക്കയിലെ ഭീമൻ കമ്പനികൾക്ക് നഷ്ടമാകുന്നത്. ഇതോടെ ഈ കമ്പനികൾക്ക് ചൈനയിൽ ബിസിനസ് ചെയ്യുന്നതിനോ ചൈനീസ് കമ്പനികളുമായി ഇടപാട് നടക്കുന്നതിനോ വിലക്കേർപ്പെടും. പരിശോധനയും നിരോധനവും മെഡിക്കൽ CT എക്സ്റേ ട്യൂബുകൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ചൈനീസ് അധികൃതർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. കൂടാതെ 2 അമേരിക്കൻ കമ്പനികളിൽ നിന്നുള്ള കോഴി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും നിർത്തിവെക്കും. നിരവധി ഘടകങ്ങളുടെ കയറ്റുമതി നിയന്ത്രണവും ഗഡോലിനിയം, യട്രിയം തുടങ്ങിയ അപൂർവ ഭൂമി ഘടകങ്ങളുടെ കയറ്റുമതിക്ക് കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവ പ്രധാനമായും ചൈനയിൽ ഖനനം ചെയ്യപ്പെടുന്നവയാണ്. ഇലക്ട്രിക് കാറുകൾ മുതൽ സ്മാർട്ട് ബോംബുകൾ വരെയുള്ളവയിൽ ഇവ പ്രയോഗിക്കുന്നുണ്ട്. ഈ വ്യാപാര യുദ്ധം എന്തായാലും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രമുഖ നിക്ഷേപ ബാങ്കായ JP മോർഗൻ പറയുന്നതനുസരിച്ച് ഈ വർഷാവസാനത്തോടെ ആഗോള സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത 40% നിന്ന് 60% ഉയർന്നു എന്നാണ്. അമേരിക്കൻ ഓഹരി വിപണിയിലും ഈ പ്രഖ്യാപനത്തോടെ തകർച്ചകൾ നേരിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ തകർച്ചയാണ് അമേരിക്കൻ ഓഹരി വിപണി നേരിട്ടത്. വ്യാഴാഴ്ച S&P 500 സൂചിക 4.8% ഇടിഞ്ഞത്. 2020-ലെ കോവിഡ് പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഏകദിന തകർച്ചയായിട്ടാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കാൻ പോകുന്നത് വലിയ വ്യാപാര യുദ്ധമാണെന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയം വേണ്ടല്ലോ.
ട്രംപ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ തന്നെ നിരവധി രാഷ്ട്രീയ നേതാക്കളെ, അതായത് രാഷ്ട്ര തലവന്മാരെ അദ്ദേഹം വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തതാണ്. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും ട്രംപിനെ കണ്ട് സംസാരിച്ചിരുന്നു. എന്നാൽ ഇത്ര നാളായിട്ടും, അതായത് ജനുവരി 20-ാം തീയതിയാണ് ട്രംപ് അധികാരമേൽക്കുന്നത്, അന്ന് മുതൽ ഇന്ന് വരെ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടേയില്ല. ഫെന്റനൈൽ പ്രശ്നത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനാൽ ഈ വിഷയത്തിൽ ഒരു പരിഹാരവും കാണാനായിട്ടില്ലെന്ന് മാത്രവുമല്ല, പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ട്രംപിന്റെ തീരുവ നയങ്ങൾ അമേരിക്കൻ നിർമ്മാണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും വ്യാപാര ബന്ധങ്ങൾ സന്തുലിതമാക്കാനും ലക്ഷ്യമിടുന്നതാണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ചൈന ഇതിനെ ഏകപക്ഷീയമായ ഭീഷണി എന്ന് വിശേഷിപ്പിച്ച് അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ ലംഘിക്കുന്നതായി വിമർശിച്ചിട്ടുണ്ട്. ചൈനയുടെ തന്ത്രം ചൈനയുടെ പ്രതികാര തീരുവ വർധനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അപൂർവ ഭൂമി ഘടകങ്ങളുടെ കയറ്റുമതി നിയന്ത്രണവും അമേരിക്കൻ കമ്പനികൾക്കും വിലക്കും ചൈനയുടെ ആഗോള വിതരണ ശൃംഖലയുടെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒന്നാണ്. ഇത് അമേരിക്കൻ സാങ്കേതിക വ്യവസായങ്ങളെ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, ഓട്ടോമേറ്റീവ് മേഖലയെ കാര്യമായ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് അമേരിക്കയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ. നമ്മുടെ ഇന്ത്യയിലും ഈ തീരുവ പ്രതിഫലിച്ചു തുടങ്ങും. ചൈനയുടെ മെഡിക്കൽ CT എക്സ്റേ ട്യൂബുകളെ ഇറക്കുമതി അന്വേഷണം ഇന്ത്യയെയും ബാധിക്കാം. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ വന്നാൽ ആരോഗ്യ മേഖലയിലെ ഉപകരണങ്ങളുടെ വിതരണ ശൃംഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ വ്യാപാര യുദ്ധം, അതായത് നിലവിൽ അമേരിക്കയും ചൈനയും തുടരുന്ന ഈ യുദ്ധം ഇന്ത്യക്ക് അവസരവും നൽകിയേക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നിട്ടുണ്ട്. അമേരിക്കയും ചൈനയും പരസ്പരം അകലെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഈ വിടവ് നികത്താൻ കഴിഞ്ഞേക്കും. അതായത് ഈ അവസരം ഇന്ത്യ മികച്ച രീതിയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ജയിച്ചു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ തീരുവ യുദ്ധം ആഗോള വിപണികളിൽ അനിശ്ചിതത്വവും സാമ്പത്തിക മാന്ദ്യത്തിനുള്ള ഭീഷണിയും സൃഷ്ടിച്ചിട്ടുണ്ട്. ട്രംപിന്റെ 54% തീരുവയ്ക്ക് മറുപടിയായി ചൈനയുടെ 34% തീരുവയും അനുബന്ധ നടപടികളും ഇരു രാജ്യങ്ങളുടെയും ഉറച്ച നിലപാട് വ്യക്തമാക്കുന്നതാണ്. ഈ സംഘർഷം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് വ്യക്തമല്ലെങ്കിലും അതിന്റെ ആഘാതം ലോകമെമ്പാടും അനുഭവപ്പെടുമെന്ന കാര്യം നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം. എന്നാൽ ചൈനയെ പോലെ ഒരു നിലപാട് അമേരിക്കയോട് മറ്റാരെങ്കിലും സ്വീകരിക്കുമോ എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം. കാരണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും ട്രംപ് ഇതേ പണി കൊടുത്തിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന സാധനങ്ങളുടെ മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫുകളുടെ വിശദരൂപം പുറത്തു വരുമ്പോൾ ഇന്ത്യയോടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടോ ട്രംപിന് പ്രത്യേക മമതയൊന്നുമില്ല എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ഇനി മുതൽ തീരുവ 26% പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 3% കൂടുതൽ 29% പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചിലി, UK, ഓസ്ട്രേലിയ, ടർക്കി, കൊളംബിയ എന്നീ രാജ്യങ്ങളുടെ സാധനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ 10% താരിഫാണ് ചുമത്തുക എന്ന് ട്രംപ് വെളിപ്പെടുത്തി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തിയിരിക്കുന്നതാവട്ടെ കംബോഡിയൻ ചരക്കുകൾക്കാണ്. 49%. വിയറ്റ്നാം 46%, ശ്രീലങ്ക 44%, ബംഗ്ലാദേശ് 37% എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന താരിഫുകൾ. ഇസ്രായേൽ, ഫിലിപ്പീൻസ് സാധനങ്ങൾക്ക് 17%, യൂറോപ്യൻ യൂണിയൻ 20%, ജപ്പാൻ 24% നൽകേണ്ടി വരും. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങളും സേവനങ്ങളുമാണ് അമേരിക്കൻ വിപണിയിൽ ഏറെ എത്തുന്നത്. ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ചൈനയ്ക്കും വലിയൊരു സ്ഥാനമുണ്ട്. ചൈന 34% നൽകേണ്ടി വരിക. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ താരിഫുകൾ നടപ്പിലാക്കിയാൽ അമേരിക്കയ്ക്ക് ധാരാളം ധനം ശേഖരിക്കുവാനും കഴിയും. കമ്മി ബജറ്റ് ഒരു വലിയ പരിധിവരെ ഒഴിവാക്കാനും സാധിച്ചേക്കാം. എന്നാൽ ഇതിന്റെ തിരിച്ചടി രാജ്യങ്ങളിൽ നിന്നുണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. അമേരിക്കൻ സാധനങ്ങൾക്ക് മേൽ അവരെല്ലാം എത്ര ശതമാനം തീരുവകൾ ചുമത്തുമെന്നത് കണ്ടറിയണം. അതാണ് ചൈനയുടെ ഭാഗത്തു നിന്നും വന്ന ഇപ്പോഴത്തെ വാർത്ത. അമേരിക്കയിൽ നിന്ന് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് എത്ര കുറയ്ക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും മിച്ചം എത്ര തുക അമേരിക്കയ്ക്ക് ലാഭമാക്കുവാൻ കഴിയുക എന്ന് തീരുമാനിക്കാനാകുക. എന്നാൽ അമേരിക്ക ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ അമേരിക്കൻ ജനതയ്ക്ക് ഗുണം കിട്ടും എന്ന് കരുതിയാണെങ്കിലും സംഭവം വിപരീതമായിട്ടാണ് ഫലിക്കുന്നത്. അതായത് അമേരിക്ക ഇപ്പോൾ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് അത്തരം റിപ്പോർട്ടുകളാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത്. അത്രയും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ട്രംപ് ചെയ്തു കൂട്ടുന്നതിന്റെ ഫലം രാജ്യം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അമേരിക്കയിലുള്ളത്. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.